നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു കുടുംബത്തിന്റെ അവസ്ഥ, ദാരുണമായ അന്ത്യം അത് ഇപ്രകാരമായിരുന്നു. കുടുംബനാഥന് തെറ്റായ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിഹിത വേഴ്ചകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയതായിരിക്കും എയ്ഡ്സ് രോഗം. പിന്നീട് അവർ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എയ്ഡ്സ് രോഗം, ആ ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞിനും എയ്ഡ്സ് രോഗം. 3 പേരും എയ്ഡ്സ് രോഗികളായിട്ടാണ് മരിച്ചത്. അവസാനം ആ കുഞ്ഞ് അവർ പറയായിരുന്നു, അവസാനം ആകുമ്പോഴത്തേക്കും വാടി തളർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ. 3 പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ വീട്ടിൽ ഉപയോഗിച്ച സകല സാധനങ്ങളും അവരെടുത്ത് കത്തിച്ചു കളഞ്ഞു. ആർക്കും വേണ്ടായിരുന്നു. എയ്ഡ്സ് രോഗികൾ ഉപയോഗിച്ചത്. ഒരു വ്യക്തിയുടെ പാപത്തിന്റെ പരിണത ഫലമായിട്ട് അവന്റെ കുടുംബത്തിൽ അവന്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ വന്ന വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുക. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം. നല്ലതിന് വിതച്ചാൽ നല്ലത് കൊയ്യാൻ പറ്റും. ഇതെല്ലാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഗലാത്യർ 6:7 മുതൽ, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. എന്നിട്ട് പറയുകയാണ്, ജഡത്തിനായി വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും, ആത്മാവിനായി വിതയ്ക്കുന്നവർക്ക് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കാൻ പറ്റും. നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അതനുസരിച്ച് നമുക്ക് കൊയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് 2 കൊറിന്തോസ് 9:6 മുതൽ. അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവർക്ക് ധാരാളം കൊയ്യാൻ പറ്റും. നമുക്കറിയാം, സാധാരണ നടക്കുന്നതാണ്. 1/2 ഏക്കർ ഞാൻ വിതച്ചാൽ 1/2 ഏക്കറിൽ നിന്ന് കൊയ്യാം, 500 ഏക്കർ വിതച്ചാൽ 500 ഏക്കറിൽ നിന്നും കൊയ്യാൻ പറ്റും. ഇത് ആത്മീയ തലത്തിലും വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ആത്മീയ തലത്തിൽ ഉയർച്ച ഉണ്ടാവുക. നമ്മൾ ഈ അലസരായിട്ട് കഴിഞ്ഞാൽ, ഉറക്കം തൂങ്ങികളായിട്ടിരുന്നാൽ ആ ഒരു നേട്ടം നമുക്കുണ്ടാകത്തില്ല. വിശുദ്ധ അംബ്രോസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ദൈവാനുഗ്രഹം അതിൻ്റെ സമൃദ്ധി ഒഴുകി വരുന്നത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരിലേക്കാണ്, ഉറക്കം തൂങ്ങികളിലേക്കല്ല. ദോസ് ഹു ഡിലിജന്റ്ലി വർക്ക് ഫോർ ഇറ്റ്, അങ്ങനെയുള്ളവരിലേക്കാണ് അനുഗ്രഹ സമൃദ്ധി ഒഴുകി വരിക. സാമ്പത്തിക മേഖലയിലാണേലും ആത്മീയ തലത്തിലാണേലും അവർ അഭിവൃദ്ധി വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, നല്ല പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ഉണ്ടായിരിക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസസ് 6-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നിന്റെ നല്ല പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം തന്നിരിക്കും. തോബിത്തിന്റെ പുസ്തകം 2-ാം അധ്യായം, 5-ാം അധ്യായം, 12-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ ഒറ്റയിരുപ്പിനൊന്ന് വായിക്കുകയാണെങ്കിൽ ഒരു വലിയ സന്ദേശം അവിടെ നമുക്ക് കാണാൻ പറ്റും. തോബിത്ത് നന്മയുള്ളവനായിരുന്നു, നന്മ ചെയ്തവനാണ്. നല്ലത് ചെയ്ത വ്യക്തി, ഹൃദയത്തിൽ നന്മയുണ്ടായിരുന്ന വ്യക്തി. ആ വ്യക്തിക്ക് ഒരാവശ്യം വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മുഖ്യദൂതന്മാരിൽ ഒരാളായ റാഫേലിനെ ദൈവം പറഞ്ഞുവിടുന്ന കാണാൻ പറ്റും. റാഫേൽ വന്നവനെ സഹായിക്കുന്നതായിട്ട് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നല്ലത് നമ്മൾ ചെയ്താൽ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ, നമുക്കൊരാവശ്യം വരുമ്പോൾ ദൈവം അതിനാവശ്യമായ വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരും. വ്യക്തികളല്ലെങ്കിൽ മാലാഖയെ പോലും ദൈവത്തിന് പറഞ്ഞുവിടാൻ പറ്റും. അതാണ് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഉൽപ്പത്തി 12-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം അബ്രാമിനോട് പറഞ്ഞൊരു കാര്യം, അബ്രാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും പറയാണ്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അതിനുശേഷം പറയാണ്, തലമുറകൾ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. പറയുന്നുണ്ട്, നാം നന്മ ചെയ്ത് ജീവിച്ചാൽ, നല്ലവനായി ജീവിച്ചാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നാം തിരിച്ചറിയണം. പകരം അധർമ്മമാണ് പ്രവർത്തിക്കുന്നതെങ്കിലോ, പ്രോഹിബിറ്റഡ് ആക്ട്സ്, നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് അധർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ. അധർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ നിന്റെ തലമുറയ്ക്ക് ഭീകരനാശം വരും എന്നുള്ളത് ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 112 2-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. സത്യസന്ധരായി ജീവിക്കുന്ന വ്യക്തികളുടെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, തിന്മ വിതച്ചാൽ നാശം കൊയ്യേണ്ടി വരും, നന്മ വിതച്ചാൽ അതനുസരിച്ച് നല്ലത് കൊയ്യാം. തിന്മയാണ് വിതയ്ക്കുന്നതെങ്കിൽ നാശം കൊയ്യേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ഗലാത്യർ 6:8, ജഡത്തിനായി വിതച്ചാൽ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും. സംഖ്യയുടെ പുസ്തകം 32:23-ാമത്തെ വചനം, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പാപത്തിന്റെ പരിണത ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യം. ദാനിയേൽ 13:55 വായിക്കുമ്പോൾ അവിടെ ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള 2 വ്യക്തികൾ അവർ നുണ പറഞ്ഞു, സൂസന്നയെ മരണത്തിലേക്ക് തള്ളിയിടാൻ നോക്കി. അവിടെ ദാനിയേലിലൂടെ ദൈവം സംസാരിക്കുന്ന കാണാൻ പറ്റും. നിന്റെ നുണ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. അവസാനം ആ ശ്രേഷ്ഠന്മാർ വെച്ച കെണിയിൽ
അവർ തന്നെ പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 22 8-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. നീതിപൂർവ്വം ജീവിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അനീതി പ്രവർത്തിക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. ഹോസിയയുടെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വചനം പറയുന്നത്, കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും. അപ്പൊ നാം എന്ത് വിതയ്ക്കുന്നോ അതനുസരിച്ചാണ് നാം കൊയ്യാൻ പോകുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 26:27 എടുത്താൽ, സുഭാഷിതങ്ങൾ 26:27, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. മറ്റുള്ളവരെ വീഴിക്കാൻ വേണ്ടി കുഴിച്ച കുഴിയായിരിക്കാം, പക്ഷെ അതിനകത്ത് താൻ തന്നെ വീഴും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യെശയ്യാ 33-ാം അധ്യായം 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കപ്പെടാതിരിക്കെ നീ വഞ്ചിക്കാൻ നോക്കുന്നെങ്കിൽ, നശിപ്പിക്കപ്പെടാതിരിക്കെ നീ മറ്റുള്ളവരെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. അങ്ങനെയാണ് വചനം ഓർമ്മിപ്പിക്കുക. പറയുകൊണ്ട് നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നല്ലത് കൊയ്യാം, ചീത്തയാണെങ്കിൽ ചീത്ത കൊയ്തെടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ട് 4-ാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ കോപം പോലും കരുണയാക്കി മാറ്റാനുള്ളൊരു മാർഗമുണ്ട്. അത് 2 മക്കബായർ 8-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവിടെ കർത്താവിൻ്റെ കോപം കരുണയായി മാറിയതിനെക്കുറിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ, ഈ 1-ാം കൽപ്പനയുടെ ലംഘനം പോലത്തെ പാപങ്ങൾ ഇനി അവർ വിളിച്ചു പറഞ്ഞത്, കർത്താവേ നിനക്കിഷ്ടമുള്ളത് ചെയ്യാം, കാരണം ഞങ്ങൾ ചെയ്തത് കരുണ അർഹിക്കാത്ത പാപമാണ്, 1-ാം കൽപ്പനയുടെ ലംഘനം. എങ്കിലും ഒരു കാര്യം, ഇപ്രാവശ്യം കൂടി ഞങ്ങളോട് കരുണ കാണിച്ചാൽ ഒരിക്കലും ഞങ്ങൾ അവിശ്വസ്തരാകില്ല എന്ന് പറഞ്ഞ് കാരുണ്യം സ്വീകരിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21:27 വായിച്ചാലും ആഹാബ് രാജാവിനോട് കരുണ കാണിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. അതിനവൻ ചെയ്ത എന്താണ്? അവൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്തൊരു കാര്യം, അവൻ അനുദപിച്ചു. അവൻ്റെ പാപം അവൻ അംഗീകരിച്ച് അനുദപിച്ച് അതിന് പരിഹാരം ചെയ്തു. രാജകീയ വസ്ത്രം മാറ്റി ചാരം വാരി ശരീരത്തിട്ട് അവൻ ഉപവസിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞത്, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. ദൈവത്തിൻ്റെ കോപം കരുണയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ഒരു സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ടെങ്കിലും നമുക്ക് തിന്മ ഒഴിവാക്കി നന്മ വിതച്ച് അതിൽ നിന്നും നന്മ കൊയ്ത് ജീവിക്കുവാനുള്ള ഒരാഗ്രഹമുണ്ടാകട്ടെ. അതിന് തീരുമാനമെടുത്ത് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, തിന്മ വേരുറച്ചു വളരുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലതോ ചീത്തയോ ആയ സകല നിഗൂഢ രഹസ്യങ്ങളും അറിയുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, തുതിക്കുന്നു. തിന്മ ഉപേക്ഷിക്കാനും നന്മ പ്രവർത്തിക്കാനും തീരുമാനമെടുത്ത ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും സൽപ്രവർത്തികളിൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ ഉറപ്പിച്ച് അനുഗ്രഹീതരാകാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നമ്മുടെ ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ നമുക്ക് വർഷാവസാന ചിന്തകളുമായിട്ട് ഒരുമിച്ച് കൂടാം. ദൈവത്തിന് നന്ദി പറയാനും പ്രാർത്ഥിച്ചൊരുങ്ങി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനും അത് നമ്മെ സഹായിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.